കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം മെട്രോ വലിയ നേട്ടമാണ്. അതായത് അവിടുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ഒരു സിറ്റിയിൽ മെട്രോ വേണം. കാരണം അതിൻ്റെ ഗുണം നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ മെട്രോയെ പക്ഷേ പൂർണ്ണമായിട്ടും തകർക്കുന്ന രീതിയിലുള്ള ഒരു ധവളപത്രമാണ് കഴിഞ്ഞ ദിവസം വന്നത്. ധവളപത്രത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും മെട്രോയെ എങ്ങനെയും തകർക്കുന്ന ഒരു രീതിയിലുള്ള ഒരു നീക്കം ഉണ്ടെന്ന് നമുക്ക് സംശയിക്കാൻ പറ്റും. അതായത് കൊച്ചി മെട്രോ പ്രതിമാസം ഒരു 35 കോടി രൂപ നഷ്ടത്തിലാണെന്നാണ് നമ്മുടെ പുതിയ സർക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്, UDF സർക്കാർ പറഞ്ഞു വെച്ചത്. അതായത് ഇതിൻ്റെ പിന്നിലെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ നഷ്ടത്തിലാക്കി എന്ന് വരുത്തി തീർത്തുകൊണ്ട് നാളെ ഒരു ഈ പൊതുജനത്തിന് ഇത്രയും ഗുണമുള്ള ഒരു സാധനത്തിനെ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാനുള്ള അല്ലെങ്കിൽ ആ രീതിയിലോട്ടുള്ള നീക്കങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് സംശയിച്ചുകൂടെ? തീർച്ചയായിട്ടും ഇതിൽ തുടക്കം മുതൽ തന്നെ നമ്മൾ സംശയിക്കത്തക്ക ചില എലമെന്റുകൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധവളപത്രത്തിലെ നിർദ്ദേശങ്ങൾ, അതേ മിടുക്കനായ ഒരു ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഇതിൻ്റെ ഹെഡ് ചെയ്ത ഒരു ഇതാണ്. അദ്ദേഹമാണ് നേരത്തെ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്ന അവിടുത്തെ റവന്യൂയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ശരിക്കും ഈ ധവളപത്രം ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ലാഭകരമല്ലാത്ത മെട്രോ അതവിടെ നിൽക്കട്ടെ, ഇതിനകത്ത് ലാഭകരമല്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ട് KSEB എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്ന് KSRTC ആണ്. അതിൻ്റെ 1350 കോടി രൂപയോളം നഷ്ടത്തിലാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും അതിൽ ഒന്നാണ് ഈ മെട്രോ എന്ന് പറയുന്നത്. ഇനി അതിന് തൊട്ട് മുമ്പ് നമുക്കറിയാവുന്ന പോലെ ഇവിടെ ഒരു സന്ദർശനം നടന്നിരുന്നു. അദാനി ഗ്രൂപ്പിൻ്റെ ഒരു പ്രതിനിധിയുമായി VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഒരു ചർച്ച നടത്തിയതിനെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം ഇപ്പോഴത്തെ ധവളപത്രത്തിലെ നിർദ്ദേശങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ. അതായത് നമ്മുടെ ലാഭകരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക, അത് ലാഭം കിട്ടുന്നത് മാത്രം. ഇത് 2016 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ അടച്ചുപൂട്ടാൻ ഉദ്ദേശിച്ചിരുന്ന പലതും പിന്നീട് വന്ന് സർക്കാർ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ സർക്കാർ. അപ്പോൾ ഇവിടെ ഇതിനെയെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അപ്പം നമ്മൾ കാണുന്നത് ഈ ഒരു കൂടിക്കാഴ്ച അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റ് ആയിട്ട് നടത്തിയ കൂടിക്കാഴ്ച നമ്മളവിടെ കാണാം. കിഷോർ അൽവ എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അതിനെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ ധവളപത്രത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനാണ് ഈ ഒരു ധവളപത്രം ഉണ്ടാക്കിയത്, അതിൽ സ്വകാര്യവൽക്കരണത്തിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരികയുള്ളൂ. ഈ കൂടിക്കാഴ്ചയും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കണം എന്ന് മാത്രം. KSRTCയുടെ കാര്യത്തിൽ കുറേ ഫോർമുലകൾ കൊണ്ടുവരുന്നുണ്ട്. പലതിനെയും കൂടെ MVD അടക്കമുള്ള സംവിധാനങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു പാക്കേജ് പോലെ ആക്കിക്കൊണ്ടുള്ള ഒരു പുതിയ സംവിധാനം വരുന്നുണ്ട്. അതൊക്കെ KSRTCയുടെ കാര്യം. എന്നാൽ ഇതിനകത്ത് വരുന്നൊരു ലാഭനഷ്ട കണക്കുകൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? അതായത് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് വരുന്നു. ഇപ്പം നമുക്കറിയാം കോടിക്കണക്കിന് രൂപ, എനിക്കൊന്ന് 60,000 കോടി എന്തായിരുന്നു നമ്മുടെ മെട്രോയുടെയൊക്കെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ. അതിനൊക്കെ മേലെ കൃത്യമായ എൻ്റെ തുക എനിക്കറിയില്ല. അപ്പം മെട്രോ എന്ന് പറയുന്ന സംഭവം ആരംഭിക്കുന്നത് എന്തിനാണ്? ഗതാഗത രംഗത്ത് ഒരു വലിയ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് മെട്രോ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ കൊച്ചിയിൽ അവതരിപ്പിച്ചത്. കൊച്ചി മെട്രോ നഗരമാണ്. കൊച്ചിയിൽ മാത്രമല്ല ലൈറ്റ് മെട്രോ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വരാൻ പോകുന്നു, കോഴിക്കോട് ഉണ്ടാകുന്നു, കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം മെട്രോ സംവിധാനം കൊണ്ടുവരാൻ പോകുന്നു. അപ്പോൾ എന്തുകൊണ്ട് മെട്രോ ഉപയോഗിക്കുന്നത് വെച്ചാൽ വാഹനപ്പെരുപ്പം കുറയ്ക്കാം, വാഹനങ്ങളിലുള്ള അമിതമായ വാഹനത്തിൻ്റെ തിരക്കുകൾ കുറയ്ക്കാൻ കഴിയും. ഓരോ 5 മിനിറ്റ് ഇടവിട്ടും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മെട്രോ സർവീസുകൾ നടത്തുന്നു. നമ്മളെല്ലാവരും കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം ഈ പറയുന്ന മെട്രോയുടെ സേവനം ഉപയോഗിക്കുക, കൗതുകത്തിനായി മെട്രോയിൽ യാത്ര ചെയ്തിട്ടുള്ളവരും ഉണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് നിർമ്മിച്ചതിൻ്റെ അത്രയും തുക തിരിച്ചെടുത്തതിന് ശേഷം മാത്രമേ ലാഭം കിട്ടൂ എന്ന് നമ്മൾ ചിന്തിക്കരുത്. അതായത് പ്രവർത്തന ലാഭം എന്ന് പറയുന്ന ഒരു ലാഭം കൂടിയുണ്ട്. അതായത് ഒരു സംവിധാനം പ്രവർത്തിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു തുക ചിലവായി വരും. മെട്രോ എന്ന് പറയുന്ന സംവിധാനം പ്രവർത്തിക്കാൻ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മറ്റ് ചിലവുകളെല്ലാം കൂടെ ചേർത്തിട്ട് വരുന്ന ഒരു പ്രവർത്തന തുകയുണ്ട്. അതിന് ഒരു ദിവസം പ്രവർത്തിക്കാൻ വേണ്ട ഒരു എമൗണ്ട് ഉണ്ട്. ആ കറണ്ട് ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്. എല്ലാം കൂടെ ചേർത്തിട്ടൊരു തുക വേണ്ടി വരും. ഈ തുകയ്ക്ക് അപ്പുറത്തേക്ക് കിട്ടുന്ന തുകയല്ല, അതായത് നമ്മളിപ്പോൾ അതിന് പ്രവർത്തിക്കാൻ വേണ്ടി ഒരു ദിവസത്തേക്ക് 30 ലക്ഷം രൂപ ചിലവാകുന്നു അല്ലെങ്കിൽ ആകുന്നു എന്ന് കരുതുക. ആ 30 ലക്ഷത്തിന് മുകളിൽ 35 അല്ലെങ്കിൽ 40 ലക്ഷം രൂപ അന്നത്തെ വരുമാനം ലഭിച്ചു കഴിഞ്ഞാൽ അത് ലാഭകരമായി പ്രവർത്തന ലാഭം നേടുന്ന ഒരു പദ്ധതിയാണെന്ന് പറയേണ്ടി വരും. ഇവിടെ VD സതീശൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 35 കോടി നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ നഷ്ടത്തിൽ പോകുന്ന സ്ഥാപനങ്ങൾ ഒന്നുകിൽ അടച്ചുപൂട്ടുക, ഇല്ലെങ്കിൽ നടത്താൻ അറിയാവുന്ന സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിക്കുക.
ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്ന ഒരാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയും നമ്മുടെ സംസ്ഥാനത്ത് ഈ പറയുന്ന വി ഡി സതീശൻ നടത്താൻ പോകുന്ന രീതിയും ഏകദേശം തുല്യമാണെന്ന് പറയാം. നമ്മുടെ രാജ്യത്തെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റുതൊലച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ വിൽക്കാനിരുന്ന പിന്നെ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനിരുന്ന ഒരു സ്ഥാപനം നമ്മൾ ഏറ്റെടുത്തു, സംസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്, അതിന്റെ പൈസ കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. ബെല്ലോ അങ്ങനെ എന്തോ ഒരു ഇത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്, മേടിച്ചു. അപ്പോൾ ഇവിടെ സിയാല് പോലെയുള്ള ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് അത് ഇപ്പം മാറി അദാനിയുടെ കയ്യിലേക്ക് അത് പോയി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ രാജ്യത്തിൻ്റെ എയർപോർട്ടുകൾ വിൽക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു സംവിധാനത്തിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പലതും നിർമ്മലാ സീതാരാമൻ ഒരു വശത്ത് നിന്ന് വിൽക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ അതാ ഇപ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് പേപ്പർ ഇറക്കിക്കൊണ്ട് ലാഭകരമല്ലാത്തതിനെ ഇങ്ങനെ പതുക്കെ ആർക്കെങ്കിലും ഒക്കെ ആക്രി വിലയ്ക്ക് വിൽക്കാം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ പുതിയ മന്ത്രിസഭയും മാറുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിത്. ഇവിടെ നമ്മൾ കാണുന്നത് 35 കോടി രൂപ നഷ്ടത്തിലാണോ നമ്മുടെ കൊച്ചി മെട്രോ പ്രവർത്തിച്ചു വരുന്നത്? അല്ല. നിർമ്മാണം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ കണക്കുകൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അവരുടെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തന ലാഭം എന്നുള്ള നിലയിൽ 2024-25 കാലയളവിൽ ലഭിച്ചിരിക്കുന്ന 33.34 കോടി രൂപയാണെന്ന് അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ലാഭമാണ് പറയുന്നത്. 35 കോടി നഷ്ടത്തിലല്ല, പ്രവർത്തന ലാഭം എന്നുള്ള നിലയിൽ അവർക്ക് 33.34 കോടി രൂപ. എന്നാൽ കഴിഞ്ഞ തവണയോ 23-24 കാലഘട്ടത്തിൽ അവർക്ക് വെറും 22.94 കോടി രൂപ മാത്രമായിരുന്നു അവരുടെ ലാഭം. മനസ്സിലായില്ലേ? അവരുടെ ലാഭം അത്രയായിരുന്നു. ഈ ലാഭം ഇത്തവണ എത്ര 10 കോടിയോളം രൂപ അവർക്ക് ഈ കഴിഞ്ഞ അതായത് 24-25 സാമ്പത്തിക വർഷത്തിൽ അവർക്ക് നേടാൻ കഴിഞ്ഞു, ലാഭം നേടാൻ കഴിഞ്ഞു. ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ വരുമാനം എത്രയാണ്? അപ്പോൾ ഈ 24-25 കാലയളവിൽ കൊച്ചി മെട്രോയുടെ ആകെ വരുമാനം എന്ന് വെച്ചാൽ 182.37 കോടി രൂപയാണ്. അതായത് വരുമാനം എന്ന് പറയാൻ 182.37 കോടിയുടെ പ്രവർത്തന വരുമാനം നേടിക്കഴിഞ്ഞു. പിന്നെയോ ഇതിൽ ടിക്കറ്റ് വിൽപ്പന, അതിന് ഓരോ നമ്മൾ നോക്കിയാൽ ടിക്കറ്റ് വിൽപ്പന ഏകദേശം 111.88 കോടി രൂപ ടിക്കറ്റ് കച്ചവടത്തിലൂടെ. പിന്നെ അതോടൊപ്പം തന്നെ പരസ്യം വരിക, വാടകകൾ, അവിടെ പ്രവർത്തിക്കുന്ന ഓരോ ചെറിയ സ്റ്റോളിൻ്റെ അതിൻ്റെയൊക്കെ വാടക എല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു 55.41 കോടി രൂപയും ലഭിച്ചു വരുമാനമായി. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ലാഭമാണ് ഈ പറയുന്ന 33.34 കോടി എന്ന് പറയുന്നത്. അപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളത്തരം ഈ വൈറ്റ് പേപ്പറിനകത്ത് അല്ലെങ്കിൽ ധവളപത്രത്തിൽ അവതരിപ്പിച്ചത്? ആരെ കബളിപ്പിക്കാനാണ്? ഇപ്പൊ KSRTC എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ എല്ലാത്തിനും ഈ പറയുന്ന പൊതു സംവിധാനത്തിന്റെ എല്ലാം പ്രവർത്തന ലാഭം മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ അതിന് ടോട്ടൽ ഇത്ര കോടി രൂപ മുടക്കി മുടക്കിയ കോടിക്കണക്കിന് രൂപ തിരിച്ചു കിട്ടി പിന്നെ കിട്ടുന്ന ലാഭം എന്ന് പറയുന്ന ഒന്നിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റില്ല. ഇപ്പൊ അതിന് 60,000 കോടി അല്ലെ 1 ലക്ഷം കോടി രൂപ ഇപ്പൊ അതിന് ചെലവായെന്ന് വെച്ചോ മെട്രോ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ 1 ലക്ഷം കോടി രൂപ ടിക്കറ്റ് വരുമാനത്തിലൂടെയും അല്ലാതെയും കണ്ടെത്തി ആ 1 ലക്ഷം കോടി രൂപയെ കിട്ടിക്കഴിയുമ്പോൾ ബ്രേക്ക് ഈവനായി എന്ന് പറയാം. മുടക്കം മുതൽ തിരിച്ചു പിടിച്ചു. അതിനുശേഷം മാത്രമേ ലാഭം കിട്ടൂ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കൊച്ചി കിടന്നിട്ട് കൊച്ചിയിൽ പിന്നെ എത്ര നാൾ വേണ്ടി വരും അത്രയും പൈസ തിരിച്ചു പിടിക്കാൻ, ഈ 1 ലക്ഷം കോടി രൂപ തിരിച്ചു പിടിക്കാൻ? അപ്പോൾ അങ്ങനെയല്ല, ഇത് പ്രവർത്തനമല്ല. ഒരു ദിവസം ഇപ്പൊ KSRTC തന്നെ ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 20 ലക്ഷം കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു ഒരു ദിവസം KSRTC വാഹനങ്ങൾ ഓടുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും കിലോമീറ്റർ ദൂരമാണ് ഒരു KSRTC ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നല്ല, കേരളത്തിലെ എല്ലാ KSRTC ബസ്സുകളും ഒരു ദിവസം നടത്തുന്ന സർവീസിന്റെ കിലോമീറ്ററാണ് ഞാൻ പറഞ്ഞ 20 ലക്ഷം കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ ഡീസൽ വേണ്ടി വരും? ഇതാണ് അവരുടെ പ്രവർത്തന ചെലവെന്ന് പറഞ്ഞാൽ. ഒരു ദിവസത്തെ പ്രവർത്തന ചെലവ്, ഒരു ദിവസത്തെ ഡ്രൈവറുടെ ശമ്പളം, അത് പ്രവർത്തന ചെലവ് വരും. ഒരു ദിവസത്തെ വണ്ടിയുടെ വെയർ ആൻഡ് ടയർ, അത് വരും. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് 20 ലക്ഷം കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ എത്ര രൂപ ചെലവാകുന്നു. അതിനുശേഷം KSRTCക്ക് ടിക്കറ്റ് വിൽപ്പനയിലൂടെയും എല്ലാതെയും കിട്ടുന്ന പരസ്യം, കടമുറികളുടെ വാടക, ഇതെല്ലാം കൂടെ ചേർത്ത് കിട്ടുന്ന എത്രയാണോ അതായിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ലാഭമായിരിക്കും. അതേ കാൽക്കുലേറ്റ് ചെയ്യും. അല്ലാതെ KSRTC എന്ന് പറയുന്ന സംരംഭം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി എത്ര കോടി രൂപ ചെലവായി എന്നുള്ളതല്ല. കാര്യം ഇത് അനുദിനം മാറിക്കൊണ്ടിരിക്കുകയും അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സംഭവമാണ്. ഓരോ വർഷം കഴിയുമ്പോഴും ഇപ്പോൾ ബസ് 15 വർഷം അങ്ങനെയാണ് ബസ്സിന്റെ കാലാവധി പറയുന്നത്. 15 വർഷത്തിൽ കൂടുതൽ ബസ് ഉപയോഗിക്കുമ്പോൾ മറ്റേ ബസ്സിന്റെ ഈ കണ്ടം ചെയ്ത് പോവാ, ആ ബസ് മാറ്റുകയാണ്.
ആ ബസ് മാറ്റിക്കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യണം, അടുത്ത ബസ് വാങ്ങണം. അപ്പോൾ അത് ഒരു ബസ് എന്നുള്ള നിലയിലായിരിക്കില്ല വാങ്ങുന്നത്, ഒരു ബൾക്കായിട്ട് ബസ് വാങ്ങുക ചെയ്യുന്നത്. 10, 50, 100 ബസ്സുകൾ ഒരുമിച്ച് വാങ്ങും. അപ്പോൾ ഈ വാങ്ങുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതാണ് പറഞ്ഞത് ഈ രീതിയിൽ. അപ്പോൾ ഇങ്ങനെ വർക്കിംഗ് ഫണ്ട് മാത്രമാണല്ലോ, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒന്ന് മാത്രമായിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് തന്നെ ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ പറയുന്ന സംരംഭങ്ങളെ അല്ലെങ്കിൽ ഈ മെട്രോ പോലെയുള്ള 33.34 കോടി രൂപ വരുമാനം നേടിയെടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ നഷ്ടത്തിലാണ് എന്ന് എങ്ങനെയാണ് ഇത്ര പച്ചയ്ക്ക് വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ധവളപത്രത്തിലൂടെ നുണ പറയുക? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് നമ്മൾ കരുതിക്കൂട്ടി മനസ്സിലാക്കേണ്ടി വരും. ആ മനസ്സിലാക്കലാണ് നമ്മൾ പറയുന്ന പ്രൈവറ്റലൈസേഷൻ, അതായത് സ്വകാര്യവൽക്കരണം. ഓരോ സാധനങ്ങളും സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഈ പറയുന്ന എല്ലാത്തിനും ഒരു കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അവർ സംഘടനയുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ ഒരു പിടിപിടിച്ചിട്ടിരിക്കുന്നത്? ഇതിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നമ്മളുടെ കയ്യിലേക്കുണ്ട്. അതിന് ട്രാൻസ്പോർട്ട് മിനിസ്ട്രി ഉണ്ട്, നമുക്ക് ഗതാഗത വകുപ്പുണ്ട്. അതുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. നമുക്ക് വേറൊരു ബദൽ സംവിധാനം സർക്കാരിന് ഉണ്ടായിട്ടല്ലേ KSRTC എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായതുകൊണ്ടാണ് നമുക്കതിൻ്റെ പിന്നെ സ്വകാര്യ ലൈൻ ബസ്സുകൾ ഓടുന്നതിൻ്റെ വില, ആ ടിക്കറ്റ് ചാർജിനെ നമുക്ക് ഏകീകരിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത്. നാളെ അത് പറ്റാത്ത അവസ്ഥ വരും. നിങ്ങൾ വേറെ പണി നോക്കാൻ പറയും. ഞങ്ങളെല്ലാം കൂടെ ഞങ്ങൾ പറയുന്ന അംഗീകരിച്ചില്ല, ഞങ്ങൾ വണ്ടി കട്ടപ്പുറത്ത് കയറ്റും, ഞങ്ങൾ നഷ്ടം സഹിക്കാൻ തയ്യാറാ, ഞങ്ങൾക്ക് ഇത്ര അല്ലെങ്കിൽ ഇത്ര രൂപ ഞങ്ങൾക്ക് മിനിമം ചാർജ് ആക്കി, ഞങ്ങൾക്ക് 25 രൂപ മിനിമം ചാർജ് ആക്കണം എന്ന് നാളെ പ്രൈവറ്റുകാരെല്ലാം കൂടെ വന്ന് പറയുക. ബദൽ സംവിധാനം സർക്കാരിൻ്റെ കയ്യിലില്ല. KSRTC പ്രൈവറ്റലൈസ് ചെയ്തു, ബദൽ സംവിധാനം ഇല്ല, എന്ത് ചെയ്യും? എങ്കിൽ നാളെ മുതൽ ഞങ്ങൾ വണ്ടി റോഡിൽ ഇറക്കില്ല എന്ന് പ്രൈവറ്റുകാരെല്ലാം ഒറ്റയടിക്ക് പറയുകയാണ്. നാളെ കേരളം സ്തംഭിക്കില്ലേ? നാളെ കേരളം സ്തംഭിക്കുന്നൊരവസ്ഥ വരും. സ്വകാര്യവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെയാണ് കിടക്കുന്നത്. ജനങ്ങൾക്ക് സ്വകാര്യ മേഖല എപ്പോഴും പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവർക്ക് ലാഭത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പം മലയോര മേഖലകൾ, ഇപ്പം നമ്മൾ പണ്ടിട്ടുള്ള മടത്തറ അതുപോലുള്ള പല മലയോര മേഖലകളും ഉണ്ട്. ഈ തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകൾ, ഇവിടേക്കൊക്കെ ജനങ്ങൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? KSRTC ബസ്സുകളാണ്. ലാഭകരമല്ലാത്ത ഒരു റൂട്ട് എവിടെയെങ്കിലും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് നടത്തുമോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വകാര്യ ബസ്സുകൾ എവിടെയെങ്കിലും ലാഭകരമല്ല. അവിടെ നിന്ന് ആകെപ്പാടെ നമുക്ക് രാവിലെയും വൈകുന്നേരം ട്രിപ്പ് നടത്തിയാൽ ആകെ കിട്ടുന്ന 10 പേരാണ്. ഈ 10 പേർക്ക് വേണ്ടി എവിടെയെങ്കിലും സ്ഥിരം യാത്രക്കാർക്ക് വേണ്ടിയിട്ട് KSRTCക്ക് അല്ലാതെ സ്വകാര്യ മുതലാളിമാർക്ക് അവിടെ ഒരു ബസ് ഇടാൻ പറ്റുമോ? അവിടെ ടൗണിൽ നിന്ന് ഇവർക്ക് ഇവിടുന്ന് അവിടെ വരെ പോകണമെങ്കിൽ ഒരു 20 കിലോമീറ്റർ ഉണ്ടെന്ന് കണക്കാക്കുക. ആ 4 ലിറ്റർ ഡീസൽ അങ്ങോട്ട് പോകുന്നതിന് വേണ്ടി വരും. ഏറ്റവും കുറഞ്ഞത് 4 ലിറ്റർ എന്ന് പറയുമ്പോൾ ഈ ഓടിപ്പോകുന്ന 4 ലിറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 440 രൂപയ്ക്ക് മുകളിൽ പോകും 4 ലിറ്റർ എന്ന് പറയുമ്പോൾ. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ എത്രയായി? 800 ചില്ലുവാനം രൂപ, അതായത് 1000 രൂപയ്ക്ക് അകത്ത്. പിന്നെ അങ്ങോട്ട് പോകുന്ന ഡ്രൈവറുടെ ബാറ്റ, കണ്ടക്ടറുടെ ബാറ്റ, കിളിയുടെ ബാറ്റ, ഇതെല്ലാം കൂടെ ചേർത്ത് കണക്കാക്കി നോക്കുമ്പോൾ ഒരു 1000-1500 രൂപ ഒരു ട്രിപ്പിന് എക്സ്പെൻസ് വരും. അവിടെ നിന്ന് ആകെ കിട്ടുന്ന 10 പേരാണ്. ഒരാളുടെ കയ്യിൽ നിന്ന് മാക്സിമം 20 രൂപ ടിക്കറ്റ് വെച്ച് മേടിച്ചു എന്ന് വിചാരിച്ചു. ഒരു ട്രിപ്പിന് 10 രൂപ വെച്ച് എത്രയായി? ആകെ കിട്ടുന്ന എത്രയാ? ഇപ്പോൾ ഈ 10 പേരുടെ 200 രൂപയെ കിട്ടുള്ളൂ. ചിലവ് എത്രയായി? ഇങ്ങനെ നഷ്ടം സഹിച്ചുകൊണ്ട് 2 ട്രിപ്പ് നടത്താൻ ഇവർക്ക് സാധിക്കൂ? വൈകുന്നേരം ആകുമ്പോൾ ഏകദേശം 3000 രൂപയായി 2 ട്രിപ്പ് നടത്തുമ്പോൾ. 3000 രൂപയുടെ ചിലവ് സംഭവിച്ചു, കിട്ടുന്ന 400 രൂപയാണ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ചിലവ് വെച്ചിട്ട് ആർക്കെങ്കിലും ഒരു പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർക്ക് അവിടെ വാഹനം അനുവദിക്കാൻ പറ്റുമോ ഒരു മലയോര മേഖലകളിലേക്ക്? അപ്പോൾ അവിടെ ആൾക്കാർ എന്ത് ചെയ്യും? അവർക്ക് യാത്ര ചെയ്യണ്ടേ? അവർക്ക് യാത്ര ചെയ്യാൻ മാർഗ്ഗമില്ലാതെ വരും. അപ്പോൾ അവിടെയൊക്കെയാണ് KSRTC പോലുള്ള സംവിധാനം ഇറങ്ങുന്നത്. അത് പ്രൈവറ്റലൈസ് ചെയ്താലോ, സ്വകാര്യവൽക്കരിച്ചാലോ? അപ്പോൾ സ്വകാര്യവൽക്കരിച്ചാൽ ആ ഒരു പോസിബിലിറ്റി ഇല്ലാതെ പോകും. അവർ വണ്ടി വിടില്ല. അവിടെ മലയോര അത്തരം മേഖലകളിൽ താമസിക്കുന്ന മിക്കവാറും കുട്ടികൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്നവരുണ്ടാവും. ജോലിക്ക്, അതും വിശേഷിച്ച് വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല അവിടെ താമസിക്കുന്നത്, സാധാരണക്കാരാണ്. അവരൊക്കെ വന്നും പോയൊക്കെ ഇരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അപ്പോൾ ഏതൊരു നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ചില മേഖലകൾ കയ്യിൽ പിടിക്കേണ്ടതുണ്ട്. ഉദാഹരണം പറഞ്ഞ വൈദ്യുതി, അതോടൊപ്പം തന്നെ എന്താ പറയുക, ജലസേന, വെള്ളം വിതരണം ചെയ്യുന്നത്, അതൊക്കെ സർക്കാരിൻ്റെ കൈപ്പിടി വെക്കേണ്ട. ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതല്ല നോക്കേണ്ടത്. ലാഭമായിരിക്കാം, നഷ്ടമായിരിക്കാം. അത് ലാഭകരമല്ല എന്ന് പറഞ്ഞിട്ട് അടച്ചുപൂട്ടാൻ പറ്റില്ല. കാര്യം ഇതെല്ലാം സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ്. മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ, യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുക, ഭക്ഷണത്തിന്, സിവിൽ സപ്ലൈസ് പ്രൈവറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് വെള്ളം, കുടിവെള്ളം അത്യാവശ്യമാണ്, അത് പ്രൈവറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. ഇന്നും നമ്മൾ വെള്ളം 20 രൂപയ്ക്ക് മേടിച്ച് കുടിക്കുന്ന ആൾക്കാരാണ് നമ്മൾ.
അപ്പം ഈ നാളെ വീട്ടിലേക്ക് എത്തുന്ന കുടിവെള്ളത്തിന് എത്രയാവും ചാർജ് എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം പിന്നെ ഒന്ന് കുടിവെള്ളം, യാത്ര, ഇതെല്ലാം നമ്മൾ സർക്കാരിൻ്റെ ചെലവിൽ ലാഭം നോക്കാതെ കൊണ്ടു നടക്കേണ്ട ചില അത്യാവശ്യ സർവീസുകളാണ്. ഇത്തരം സർവീസുകൾ, ആശുപത്രികൾ, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഇതൊക്കെ പ്രൈവറ്റലൈസ് ചെയ്യുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള സമീപനം നേരത്തെ തന്നെ സതീശനെ പോലെ നമ്മുടെ മുഖ്യമന്ത്രി തുടങ്ങി വെച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ മെട്രോയുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലണ്ടറാണെന്ന് അവർ തന്നെ ഇത് വ്യക്തമായി കഴിയുകയും ചെയ്യും.